ഹലോ കൂട്ടുകാരെ, എവിടം വരെ എത്തി കർക്കിടകമെല്ലാം? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ വേഗം എൻ്റെ ഒപ്പം ഉണ്ടാക്കാൻ നോക്കിക്കോ, എന്നിട്ട് വേഗം കഴിച്ചോ കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് മരുന്നുണ്ട അല്ലെങ്കിൽ എള്ളുണ്ട എന്നും പറയാം. കുറച്ചധികമാണ് എള്ള്. അത് കുട്ടികൾക്കും വലിയവർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നല്ല നല്ല സാധനങ്ങളാണുള്ളത്. ഞാൻ ഈ ഗ്ലാസ്സിൽ ഇത്രയാണ് ഒലിവ് എടുത്തിട്ടുള്ളത്. അതായത് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ആ കപ്പ് കൊണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവരരിയാണ് മെയിനായിട്ട് വേണ്ടത്. നവരരി തന്നെ വേണേ, വേറെ ഒരു അരി എടുത്തിട്ട് ഒരു കാര്യമില്ല. നവരരി, ഉലുവ, വെല്ലം, പിന്നെ വേണ്ടത് എള്ള്, ഇതാണ് മെയിനും. അപ്പോൾ നമ്മുടെ നവരരി ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ നല്ലോണം വറുത്ത്, ഏകദേശം ഒന്ന് വറുക്കുക, പൊടിയാൻ വേണ്ട പാകത്തിന് നല്ലോണം വറുത്ത് അതൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ വറുത്തു, അതും അതിലിട്ട് വെച്ചു കേട്ടോ. ഇനി എള്ള് ഞാൻ വേറെയാണ് വറുത്ത് വയ്ക്കാൻ പോകുന്നത്. എള്ള് നല്ലോണം കഴുകി ഒന്ന് ഇപ്പോൾ വെയിലൊന്നുമില്ല, അപ്പം ഇതൊക്കെ മുന്നേ കൂട്ടി നമ്മൾ ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. എന്നാലും അതിലത്തെ കല്ലും മണ്ണൊക്കെ അരിച്ച് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി അരിച്ച് ഉണക്കി വയ്ക്കുക, വെയിലുണ്ടെങ്കിൽ വേഗം. എന്നിട്ട് വേഗം ഉണ്ടാക്കാൻ വന്നോ. ഇതാ എള്ള് ചട്ടപ്പട്ടാന്നൊന്ന് പൊട്ടും, പട്ടപ്പട്ടപ്പട്ടാന്നൊന്ന് പൊട്ടും. പിന്നെ നമുക്ക് വേണ്ടത് അവിൽ നല്ല സാധനമാണേ. അപ്പോൾ അവിൽ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അവിൽ, പിന്നെ അവിൽ, ഞവരരി, ഉലുവ, പിന്നെ എള്ള്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യും വേണേ. അപ്പോൾ അത് ഞാനിതാ നമുക്ക് ഉലുവയും അരിയും കൂടിയിട്ട് ഒന്ന് പൊടിച്ചു, അതവിടെ വെച്ചു. പിന്നെ ഇതാ നമ്മുടെ നമ്മുടെ അവിൽ പൊടിച്ചു, അതും അതിലിട്ട് വെച്ചു. പിന്നെ എള്ളിന് ഇതുപോലെ നല്ലോണം ഒരേ തിരിച്ചിട്ട് പൊടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിക്കുമ്പോൾ അതിൽ എണ്ണ വരും. അതുകൊണ്ട് ഒന്ന് കുറച്ച് ക്രഷ് ചെയ്ത് പൊടിക്കുക. പിന്നെ അതെല്ലാം പൊടിച്ച് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെല്ലം എടുക്കുക. വെല്ലം ഒന്ന് ഇടിച്ചിട്ട് അതിനൊന്ന് ഉരുക്കി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയാൽ വേഗം ഉരുകും അല്ലേ. അല്ലെങ്കിൽ ആ വലിയ കട്ടയാകുമ്പോൾ നമുക്ക് ഉരുകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം ഞാനതൊന്ന് പൊടിച്ചു, എന്നിട്ട് ഞാൻ ഉരുക്കാൻ വെച്ചു. അപ്പോൾ ഈ മരുന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നടുവേദനയ്ക്കും നല്ല സൗന്ദര്യത്തിനും മുടിക്കും നല്ല നിറം വരാനും എല്ലാത്തിനും നല്ല ഗുണപ്രദമായ ഒരു ഉണ്ടയാണിത്. ഇത് ദിവസം രാവിലെയും വൈകുന്നേരം ഓരോ ഉണ്ട വീതം കഴിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് നടുവേദനയൊക്കെ സ്ത്രീകൾക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വെല്ലത്തിനെയൊക്കെ ഉരുക്കി അതിനെ ഞാൻ അരിച്ച് വെച്ചു. അതിലോട്ട് ഞാൻ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. 2-3 സ്പൂൺ ഒഴിക്കാം കേട്ടോ, കൂടുതലാവണ്ട. മാക്സിമം 2 സ്പൂൺ, അല്ലെങ്കിൽ ഒരു 2.5 സ്പൂൺ അത്രയും ഒഴിക്കണ്ടോ. എന്നിട്ട് വെല്ലം ഉരുക്കിയതിൽ ലൈറ്റായിട്ടൊരു ചൂടുണ്ട്, അതിലോട്ടാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ വേഗം അത് നമ്മുടെ നെയ്യും ഉരുക്കി വന്നു. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമ്മുടെ ഈ പൊടിച്ച് വെച്ച നമ്മുടെ പൊടികളുണ്ടല്ലോ, അതിലോട്ട് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം അതിന് ഉണ്ട പിടിക്കുക. പിന്നെ ഒരു കാര്യം ഞാനിതിൽ വിട്ടുപോയിട്ടുണ്ട് കൂട്ടുകാരെ. ഇതിൽ ഞാൻ കുറച്ച് നാളികേരം ചിരക്കിയിട്ടിട്ട് അതും ഒന്ന് ഒതുക്കിയിട്ട് ചീഞ്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ഇതിലിട്ടിട്ട് ഉണ്ട് കേട്ടോ. എന്നിട്ടാണ് ഉണ്ട പിടിക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി ഉണ്ട. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്